വർഷങ്ങൾക്ക് മുമ്പ് നഗരത്തിൽ നിന്നു കുറച്ചു മാറി സ്ഥിതി ചെയ്യുന്ന ആശുപത്രിയിലായിരുന്നു മീര തന്റെ കരിയർ ആരംഭിച്ചത്. ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ പണിത ആ വലിയ കെട്ടിടം പകൽ പോലും അല്പം ഭയമുണർത്തുന്ന ഒന്നായിരുന്നു. മങ്ങിയ വെളിച്ചമുള്ള വരാന്തകളും മരത്തിന്റെ ജനലുകളും കാറ്റടിക്കുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദങ്ങളും മീരയ്ക്ക് ആദ്യമൊക്കെ പേടിയുണ്ടാക്കിയിരുന്നു. ഒരു കർക്കിടക മാസത്തിലെ കനത്ത മഴയുള്ള രാത്രി മീരയായിരുന്നു അന്ന് റൂം സെക്ഷനിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്നത്. കൂട്ടിന് മറ്റൊരു സീനിയർ നേഴ്സ് സുനിത കൂടി ഉണ്ടായിരുന്നു. ജോലി ഒരുവിധം ഒതുങ്ങിയപ്പോൾ സുനിത അല്പനേരം വിശ്രമിക്കാൻ നഴ്സിംഗ് സ്റ്റേഷന്റെ ഉള്ളിലെ മുറിയിലേക്ക് പോയതായിരുന്നു. രാത്രി ഏകദേശം 2 മണി. ആശുപത്രിയുടെ ഏറ്റവും അറ്റത്തുള്ള റൂം നമ്പർ 6-ൽ നിന്നും ബെല്ലടിക്കുന്നത് മീര കേട്ടു. ആ റൂം സാധാരണയായി ഉപയോഗിക്കാറില്ലായിരുന്നു. അവിടെ അറ്റകുറ്റപ്പണികൾ നടക്കുകയാണെന്നാണ് മീര കരുതിയിരുന്നത്. മീര കയ്യിൽ ഒരു ടോർച്ചും മെഡിക്കൽ കിറ്റുമായി അങ്ങോട്ട് നടന്നു. മഴ കനത്തു പെയ്യുന്നുണ്ടായിരുന്നു. റൂമിൽ എത്തിയപ്പോൾ ഒരറ്റത്തുള്ള ബെഡിൽ ഒരു പെൺകുട്ടി കിടക്കുന്നത് മീര കണ്ടു. ഏകദേശം 20 വയസ്സ് തോന്നും. വെളുത്ത വസ്ത്രമാണ് ധരിച്ചിരുന്നത്. അവളുടെ മുഖം വിളറിയിരുന്നു. "എന്താ മോളെ, എന്തിനാ ബെല്ലടിച്ചത്?" മീര അടുത്തു ചെന്ന് ചോദിച്ചു. പെൺകുട്ടി തണുത്തു വിറയ്ക്കുന്നുണ്ടായിരുന്നു. "നേഴ്സു ചേച്ചി, എനിക്ക് ആ വെള്ളം എടുത്തു തരുമോ?" അവൾ ചൂണ്ടിക്കാണിച്ചത് അടുത്തുണ്ടായിരുന്ന മേശപ്പുറത്തെ ഒരു ജഗിലായിരുന്നു. മീര അവളുടെ കൈ പിടിച്ചു നോക്കി. ഐസ് പോലെ തണുത്ത കൈകൾ. മീരയ്ക്ക് വല്ലാത്തൊരു അസ്വസ്ഥത തോന്നി. സാധാരണ ഒരു രോഗിക്കുള്ള ചൂട് പോലുമില്ല. മീര അവൾക്ക് വെള്ളം നൽകി. കുറച്ചു നേരമിരുന്നു ആശ്വസിപ്പിച്ച ശേഷം അവൾ ഉറങ്ങിയെന്ന് ഉറപ്പുവരുത്തി മീര തിരികെ സ്റ്റേഷനിലേക്ക് വന്നു. പുലർച്ചെ സുനിത ഉണർന്നു വന്നപ്പോൾ മീര പറഞ്ഞു, "ചേച്ചി, 6-ാം നമ്പർ റൂമിലെ ആ കുട്ടിക്ക് നല്ല തണുപ്പായിരുന്നു. കൂടെ ഒറ്റക്ക് കിടക്കാനുള്ള പേടിയും. ഞാൻ പോയി നോക്കി. കൂടെ ഇരുന്നു അല്പം കഴിഞ്ഞാണ് ആൾ ഒന്ന് മയങ്ങിയത്." സുനിതയുടെ കയ്യിലിരുന്ന ചായ ഗ്ലാസ് നിലത്തു വീണു ഉടഞ്ഞു. അവർ മീരയുടെ തോളിൽ പിടിച്ച് ചോദിച്ചു, "6-ാം നമ്പർ റൂമിലോ?" "മീര, നീ എന്തൊക്കെയാണ് ഈ പറയുന്നത്? ആ റൂം കഴിഞ്ഞ 5 വർഷമായി പൂട്ടിയിട്ടിരിക്കുകയാണ്." മീരയ്ക്ക് വിശ്വസിക്കാനായില്ല. "അല്ല ചേച്ചി, ഞാൻ പോയതാണ്. ആ പെൺകുട്ടിക്ക് ഞാൻ വെള്ളം കൊടുത്തു. അവൾ എന്നോട് സംസാരിച്ചു." അവളുടെ കയ്യിൽ പിടിച്ചപ്പോൾ ഐസ് പോലെയുള്ള തണുപ്പായിരുന്നു. രണ്ടുപേരും കൂടി ഓടി 6-ാം നമ്പർ റൂമിലേക്കു ചെന്നു. പുറത്തെ വാതിൽ വലിയൊരു പൂട്ടുപയോഗിച്ച് പൂട്ടിയിരിക്കുന്നു. സെക്യൂരിറ്റിയെ വിളിച്ചു വരുത്തി ആ പൂട്ട് തുറന്നു അകത്ത് കയറിയ മീര കണ്ട കാഴ്ച അവളെ തളർത്തിക്കളഞ്ഞു. മുറിക്കുള്ളിൽ ആരുമുണ്ടായിരുന്നില്ല. ബെഡ്ഷീറ്റുകൾ പോലും അഴുക്കുപിടിച്ചു കിടക്കുന്നു. പക്ഷേ മീര രാത്രി രോഗിയെ പരിചരിച്ച ആ കട്ടിലിനടുത്തെ മേശപ്പുറത്ത് ഒരു വസ്തു തിളങ്ങുന്നുണ്ടായിരുന്നു. അതൊരു സ്വർണ്ണ മോതിരമായിരുന്നു. മീര ആ പെൺകുട്ടിയുടെ കൈ പിടിച്ചപ്പോൾ അവളുടെ വിരലിൽ കണ്ട അതേ മോതിരം. പിന്നീട് അവിടുത്തെ പഴയ അറ്റൻഡർ വഴിയാണ് മീര ആ സത്യമറിഞ്ഞത്. 5 വർഷം മുമ്പ് അതേ റൂമിൽ വെച്ച് വെള്ളം കിട്ടാതെ കനത്ത മഴയുള്ള ഒരു രാത്രിയിൽ മരിച്ചുപോയ ആരുമില്ലാത്ത ഒരു പെൺകുട്ടിയുണ്ടായിരുന്നു. അവളുടെ മരണത്തിന് ശേഷം ആ റൂം ഉപയോഗിക്കാറില്ല. പക്ഷേ ചില മഴയുള്ള രാത്രികളിൽ ആരെങ്കിലും അവളെ സഹായിക്കാൻ വരുമെന്ന പ്രതീക്ഷയിൽ അവൾ ഇന്നും ആ ബെല്ലടിക്കാറുണ്ടത്രേ. ഇപ്പോഴും കയ്യിൽ എന്തെങ്കിലും തണുത്ത വസ്തു തട്ടുമ്പോൾ മീരയുടെ ഓർമ്മയിലേക്ക് ആ പെൺകുട്ടിയുടെ ഐസ് പോലെയുള്ള കൈകൾ കടന്നുവരും. കൂടുതൽ കഥകൾ കേൾക്കാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്കും കമന്റ് ബോക്സിൽ അനുഭവങ്ങൾ പങ്കുവെക്കാം. ശുഭദിനം.